ഈ പുറം രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഒരു കൺസേൺ ആണ് അവിടുത്തെ എക്സ്പെൻസസ് എങ്ങനെ കവർ ചെയ്യുന്നത്. അതിപ്പോൾ ഇനി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ജർമ്മനി ആണെങ്കിൽ പോലും ജീവിക്കാൻ പൈസ തന്നെയാണ്. സോ അത്തരം എക്സ്പെൻസസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കോളർഷിപ്പാണ് ഡാഡ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യേണ്ടതെന്നല്ലേ പറഞ്ഞില്ല. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഡാഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചൂസ് ചെയ്യുക. ശേഷം അവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇനേബിൾ ചെയ്ത് കൊടുക്കാനുണ്ട്. കൺട്രി, പ്രോഗ്രാംസ്, സ്കോളർഷിപ്പ് പർപ്പസ് കാര്യങ്ങൾ. ഞാനിവിടെ കൺട്രി ഇന്ത്യ കൊടുക്കുകയാണ്. ശേഷം പ്രോഗ്രാംസ് കൊടുക്കുകയാണ്. സ്കോളർഷിപ്പ് പർപ്പസ് എന്താണെന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് കൊടുക്കുകയാണ്. സ്റ്റഡി കൊടുക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണെന്ന് ചൂസ് ചെയ്യുക. ഞാനിവിടെ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുകയാണ്. ശേഷം റിഫൈൻ ഒരു സെലക്ഷൻ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഫിൽറ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള, നിങ്ങളുടെ നീഡിനനുസരിച്ചുള്ള ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ അതിൽ ഏതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ശേഷം ഞാനിവിടെ ആർക്കിടെക്ചറിൻ്റെ ഒരു സ്കോളർഷിപ്പ് ചൂസ് ചെയ്യാണ്. ശേഷം പിന്നെ ഒന്നുമില്ല, സിമ്പിളാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓവർവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. കൃത്യമായിട്ട് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ. ശേഷം എന്തൊക്കെ അപ്ലിക്കേഷൻ റിക്വയർമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്സ് കിട്ടുക, എന്താണ് അതിന് വേണ്ട കാര്യങ്ങൾ എന്നൊക്കെ അതും വായിച്ച് നോക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ശേഷം അപ്ലിക്കേഷൻ പ്രൊസീജിയർ നോക്കണം. കാരണം എന്തൊക്കെ പ്രൊസീജിയറിലൂടെയാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിലേക്ക് എത്താനായിട്ട് പറ്റുക എന്നുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഡാഡ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എല്ലാം അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കുക. അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. ശേഷം കോൺടാക്ട് ആൻഡ് കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി സബ്മിറ്റ് ഇൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ആ ഒരു പോർട്ടൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അവിടെയും ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ അവർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡാഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എന്താണ് ഇതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉറപ്പുവരുത്തിയതിന് മാത്രം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്.